ഇരു കിഡ്നികളുടെയും പ്രവർത്തനം പൂർണ്ണമായി നിലച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ് ആലപ്പുഴ പഴവീട് സ്വദേശി ജസ്റ്റിൻ പീറ്റർ എന്ന 29-കാരൻ. ജീവൻ രക്ഷിക്കുവാനുള്ള ഒരേയൊരു പോംവഴിയായ ശസ്ത്രക്രിയയ്ക്ക് എവിടെ നിന്ന് പണം കണ്ടെത്തുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ജസ്റ്റിൻ്റെ കുടുംബവും. സുമനസ്സുകളുടെ കാരുണ്യമുണ്ടായാലാണ് ഈ ചെറുപ്പക്കാരന് ജീവിതത്തിലേക്ക് തിരികെ എത്താൻ സാധിക്കുക. ജീവിതം ഒരുപാട് ബാക്കി നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ജസ്റ്റിൻ രോഗബാധിതനാകുന്നത്. വെറും 29 വയസ്സ് മാത്രമാണ് ജസ്റ്റിൻ പീറ്ററിന്റെ പ്രായം. പഠനത്തിൽ മികവ് പുലർത്തി ഇൻഫോ പാർക്കിൽ ജോലി നേടിയപ്പോൾ ജീവിതം പ്രതീക്ഷകളുടേതായിരുന്നു. പക്ഷേ ദുർവിധി രോഗത്തിന്റെ രൂപത്തിൽ കാത്തുനിൽപ്പുണ്ടായിരുന്നു. ക്രിക്കറ്റ് കളിക്കാൻ പോകുമായിരുന്നു, ടൂർണമെന്റിനും അതിനൊക്കെ പോകുമായിരുന്നു. നിലവിലിപ്പം അങ്ങനെ ഒന്നും പോകുന്നില്ല, വെറുതെ വീട്ടിലിരിപ്പാണ്. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. മറ്റുള്ളവർ എൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ ഇപ്പോൾ ജോലിക്ക് പോകുന്നു, ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു, മറ്റു വിനോദങ്ങളൊക്കെ ഏർപ്പെടുമ്പോൾ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കാറുണ്ട്. കാരണം എനിക്കത് പറ്റുന്നില്ലല്ലോ എന്നാലോചിച്ച് വിഷമിക്കാറുണ്ട്. പിന്നെ നിങ്ങളുടെ സഹായം, എല്ലാവരുടെ സഹായം ഉണ്ടെങ്കിൽ എനിക്ക് ഇനിയും ആ ഒരു നിലയിലേക്ക് പിന്നെയും വരാൻ പറ്റും. അതിന് എനിക്ക് സർജറി ആവശ്യമാണ്. അപ്പം എല്ലാവരും അതിന് സഹായിക്കണം. ആദ്യം കാഴ്ച മങ്ങി തുടങ്ങി. പിന്നീട് ചികിത്സ തേടിയപ്പോൾ അറിഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന വിവരം. ജസ്റ്റിന്റെ 2 കിഡ്നിയും പൂർണ്ണമായും തകരാറിലായിരിക്കുന്നു. ഒരുപാട് ചികിത്സിച്ചെങ്കിലും ഇപ്പോൾ 2 വൃക്കകളും മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മരുന്നിന് 1 മാസം മാത്രം 16,000 രൂപ കണ്ടെത്തണം. മറ്റു ചികിത്സകൾക്ക് പിന്നെയും വേണം പണം. ആഴ്ചയിൽ 3 ഡയാലിസിസ്. ശസ്ത്രക്രിയയ്ക്ക് വേണ്ടത് 45 ലക്ഷം രൂപ. കിഡ്നി തകരാറിന് പുറമെ ട്യൂബർക്യുലോസിസും പിടിപെട്ടതോടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി. പരിതസ്ഥിതിയിൽ ചികിത്സാ ചെലവ് കണ്ടെത്താൻ പാടുപെടുകയാണ് നിർധന കുടുംബം. വൃദ്ധരായ അച്ഛനും അമ്മയും അടങ്ങുന്ന ഈ കുടുംബത്തിന്റെ ഏക വരുമാനം സഹോദരൻ ജാക്സന്റെ സ്വകാര്യ കമ്പനിയിലെ ജോലി മാത്രമാണ്. എൻ്റെ അനിയനാണ് ജസ്റ്റിൻ പീറ്റർ. 2 വർഷത്തോളമായി അവൻ CKD എന്ന രോഗത്തിലെ ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ അവൻ്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം 2 വർഷമായിട്ട് അവൻ ഡയാലിസിസ് ചെയ്യുന്നതനുസരിച്ച് ബോഡി വീക്കായി വരികയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. പക്ഷേ സാമ്പത്തികമായി നമ്മൾ അത്ര ഒരു മുന്നോക്ക അവസ്ഥയിലല്ല. നമുക്ക് അത്രയും വലിയൊരു 45 ലക്ഷം രൂപ എന്ന് പറയുന്നത് നമുക്കത് ചിന്തിക്കുന്നതിനപ്പുറമാണ്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന സന്മനസ്സുള്ളവർ എല്ലാ രീതിയിലും ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നാട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് ഒരു ചെറിയ ധനസമാഹരണം നടത്തി. പക്ഷേ ആവശ്യമുള്ള തുകയുടെ പകുതി പോലും ലഭിച്ചില്ല. ജീവിതം തിരിച്ചുപിടിക്കാനാകുമെന്ന ആത്മവിശ്വാസം ജസ്റ്റിന്റെ ഉള്ളിൽ ഇപ്പോഴുമുണ്ട്. ദുരന്തങ്ങളിലും രോഗങ്ങളിലും തൊട്ടടുത്ത് നിൽക്കുന്നവനെ ചേർത്ത് പിടിക്കുന്ന മാനുഷികമായ കരുണയിൽ പ്രതീക്ഷയോടെ ഒരു കുടുംബം സുമനസ്സുകളുടെ സഹായം കാത്തിരിക്കുന്നു. ന്യൂസ് മലയാളം, ആലപ്പുഴ.